ഫ്രണ്ട്സ്, എല്ലാവർക്കും ലിജീസ് വ്ളോഗ്സിൻ്റെ ഈ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. ഞങ്ങൾ ഇന്ന് രാവിലെ തന്നെ സൺഡേ ആണ്, കുർബാനയ്ക്ക് പോകാൻ വേണ്ടിയിട്ട് ഒരുങ്ങി റെഡിയായി നിൽക്കണം കേട്ടോ. അപ്പോൾ ഇറങ്ങേണ്ട ടൈം ആയിക്കൊണ്ടിരിക്കണം. ഞങ്ങളിപ്പോൾ ഇറങ്ങണേ. ശരിക്കും പറഞ്ഞാൽ നാട്ടിലൊക്കെ പോയി വന്നിട്ട് നമ്മുടെ ആദ്യത്തെ വീഡിയോ ആണത്. ആൽവിനെയൊക്കെ ഞങ്ങൾ ശരിക്കും മിസ് ചെയ്യാണ്. ആൽവിൻ അയർലൻഡിലെത്തി, സുഖമായിരിക്കുന്നു, കുഴപ്പമൊന്നുമില്ല, സന്തോഷമായിരിക്കുന്നു. എല്ലാ ദിവസവും വിളിക്കാറുണ്ട്, വീഡിയോ കോളും ചെയ്യാറുണ്ട്. നമ്മുടെ സമയം ഭയങ്കര വ്യത്യാസമുണ്ട്. 5-5.5 മണിക്കൂർ വ്യത്യാസമാണ്. നമ്മള് 5.5 മണിക്കൂർ മുമ്പോട്ടാണ്. അപ്പോൾ ഇന്ന് രാവിലെ വിളിച്ചായിരുന്നു, 6 മണിക്ക് വിളിച്ചായിരുന്നു. അവിടെ 1:30 ആയിട്ടുള്ള ആ സമയത്ത്. അപ്പോൾ അങ്ങനെ വിശേഷങ്ങളൊക്കെ പറഞ്ഞ് സുഖമായിട്ടിരിക്കുന്നു. ഇന്ന് നമുക്ക് എന്തെങ്കിലുമൊക്കെ സമയമൊക്കെ കിട്ടുമ്പോൾ അതിൻ്റെ സ്ഥലങ്ങളുടെയൊക്കെ വീഡിയോ, അതുപോലെ കോളേജിൻ്റെ വീഡിയോ ഒക്കെ അവിടെ നിന്ന് സെൻഡ് ചെയ്ത് തരാൻ പറയാം. അപ്പോൾ നിങ്ങൾക്ക് ഞാനത് ഷെയർ ചെയ്യാം കേട്ടോ. അപ്പോൾ എന്തായാലും ഞങ്ങൾ കുർബാനയ്ക്കായിട്ട് പോകണം. അപ്പോൾ ഇന്നത്തെ എല്ലാ വിശേഷങ്ങളായിട്ട് നമുക്ക് വീഡിയോ ആണ്. ഞങ്ങളങ്ങനെ പള്ളി എത്തിയിട്ടോ. അപ്പം ഇനി പള്ളിയിൽ പോയി കുർബാനയൊക്കെ കഴിഞ്ഞ് പ്രാർത്ഥിച്ച് ഞങ്ങൾ തിരിച്ചു വരാം. ഞങ്ങളങ്ങനെ കുർബാനയൊക്കെ കഴിഞ്ഞ് തിരിച്ച് വീട്ടിലേക്ക് പോകണം. പിന്നെ ഒരുവിധം നല്ല വെയിലൊക്കെ ഉണ്ട് കേട്ടോ. തണുപ്പ് കുറഞ്ഞിട്ടൊന്നുമില്ല. തണുപ്പ് ഞങ്ങളങ്ങനെ വിട്ടുപോയിട്ടില്ല. വേഗത്തിൽ വിട്ടുപോകുമെന്ന് തോന്നുന്നില്ല. തണുപ്പൊക്കെ ഉണ്ട്, എങ്കിലും കുറേ കുറവുണ്ട്. ഞങ്ങൾ ജനുവരിയിലൊക്കെ അനുഭവിച്ച തണുപ്പിനെ വെച്ച് നോക്കുമ്പോൾ വളരെ കുറവാണ്. ജനുവരിയിൽ ഭയങ്കര സിവിയർ തണുപ്പായിരുന്നു ഈ വർഷം. അത് ഞങ്ങൾ നാട്ടിൽ നിന്നൊക്കെ വരുമ്പോഴും ഉണ്ടായിരുന്നു. നല്ല തണുപ്പ് തന്നെയായിരുന്നു നാട്ടിൽ നിന്നൊക്കെ വരുമ്പോഴും. എന്തായാലും ഇപ്പോൾ കുറഞ്ഞിട്ടുണ്ട്. ഇത് ഞങ്ങളുടെ സ്കൂളിലെ ബസ്സാണ് കേട്ടോ. അപ്പോൾ ടീച്ചേഴ്സൊക്കെ ആയിട്ട് പള്ളിയിലേക്ക് പോയ ബസ്സാണ് തിരിച്ചു പോകുന്നത്. ഞങ്ങളിതാ കുർബാനയൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴേക്കും വീട് ചേട്ടനാണ് കേട്ടോ ഒന്ന് പൂട്ടിയത്. അപ്പോൾ ഡോറൊക്കെ പൂട്ടിക്കഴിഞ്ഞ് താക്കോൽ ഉള്ളിലായിപ്പോയി. ഇതിങ്ങനെ പ്രസ് ചെയ്ത് പൂട്ടുന്നതായിരുന്നു. അപ്പോൾ പൂട്ടിയിട്ടുണ്ട്, പക്ഷേ എനിക്ക് താക്കോലകത്താ. ഇനിയിപ്പോൾ തല്ലി പൊളിക്കേണ്ടി വരും. എല്ലാവരും കൂടെ ഡോർ തല്ലി പൊളിക്കാൻ പോകാന്ന് തോന്നുന്നു. സാർമാരെല്ലാവരും കൂടെ കുറേ പരിശ്രമിച്ചു കേട്ടോ ഡോർ തുറക്കാനായിട്ട്. അവര് അതിൻ്റെ സ്ക്രൂ ഒക്കെ ഊരാനൊക്കെ നോക്കി, പക്ഷെ ഒന്നും ശരിയായില്ല. അതുപോലെ തന്നെ ഡോർ തുറക്കാൻ കിട്ടിയില്ല, ഭയങ്കര ടൈറ്റ് ആയിരുന്നു. അവർ ചുറ്റിയൊക്കെ വെച്ച് തട്ടിയൊക്കെ കൊടുത്ത് ഉള്ളിൽ നിന്ന് ഇങ്ങനെ തുറക്കാൻ പറ്റുമോയെന്നറിയാൻ കൈയൊക്കെ ഇങ്ങനെ പയ്യെ ഉള്ളിലേക്കൊക്കെ വെച്ചൊക്കെ നോക്കി. പക്ഷെങ്കിൽ ട്രൈ ചെയ്തെങ്കിലും കിട്ടിയൊന്നുമില്ല കേട്ടോ. തുറക്കാൻ പറ്റാണ്ടായപ്പോൾ അവസാനം കാർപ്പൻ്റർ ചേട്ടനെ വിളിച്ചു. അങ്ങനെ ഞങ്ങളുടെ കാർപ്പൻ്റർ ചേട്ടൻ വന്ന് ആളുടെ എന്തൊക്കെയോ അഭ്യാസങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഡോർ അങ്ങനെ തുറന്നിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഡോർ തുറന്നത് അകത്തേക്ക് കടന്നു. കുറേ നേരത്തെ പരിശ്രമത്തിന് ശേഷമാണ് ഇപ്പോൾ ഡോർ തുറന്ന് അകത്ത് കടന്നത്. അപ്പോൾ ഞങ്ങളുടെ കാർപ്പൻ്റർ ചേട്ടൻ ഇവിടെ ഡോറ് ശരിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഒത്തിരി നേരമൊക്കെ കഴിഞ്ഞ് അവർ സ്ക്രൂ ഡ്രൈവറൊക്കെ വെച്ച് എങ്ങനെയൊക്കെയോ തുറന്നെടുത്തു. ഡോർ തുറന്ന് അകത്ത് കടന്നെങ്കിലും ഡോറിന്റെ ലാച്ചിന് എന്തോ ചെറിയ മിസ്റ്റേക്ക് ഉണ്ട്. അപ്പോൾ അത് മാറ്റി വേറെ ഒരെണ്ണം ഫിറ്റ് ചെയ്യാന്നും പറഞ്ഞ് അവരിതാ സ്കൂട്ടിമ പോവാണ് കേട്ടോ. അപ്പോൾ പോയി ഇവിടെ അടുത്ത് തന്നെയുള്ള കടയിൽ നിന്ന് എന്തോ വാങ്ങിക്കാനുണ്ടെന്ന് പറഞ്ഞ് അത് വാങ്ങിച്ചതാ തിരിച്ചു വന്നിരിക്കുകയാണ്. അപ്പം ഇനി അത് ഫിറ്റ് ചെയ്യാനുണ്ട്. അപ്പം അങ്ങനെ റൂമിൻ്റെ അകത്തേക്ക് കടന്നു. ഒരു വിധത്തിലൊന്ന് ശരിയാക്കിയിട്ടുണ്ട്. ഇപ്പോഴും അവിടെ പണി നടക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഇവിടെ ഞങ്ങൾക്ക് ഇന്ന് ഷോപ്പിങ്ങിനായിട്ട് പോകണം. കുറച്ച് കിച്ചൺ ഷോപ്പിംഗ് ഒക്കെ ഉണ്ട്. നാട്ടിൽ പോയി വന്നിട്ട് കുറേ സാധനങ്ങളൊക്കെ തീർന്നിരിക്കും. അപ്പോൾ വാങ്ങിക്കാനൊക്കെ വേണ്ടി പോകണം. അപ്പോൾ അരിയൊക്കെ ഞാൻ കഴുകിയിട്ട് ഉച്ചക്കാലത്തേക്കുള്ള ചോറ് റെഡിയാക്കാനായിട്ട്. പിന്നെ ഇവിടെ കുറച്ച് ഇന്നലെ കറി വെച്ചിട്ടുണ്ട്. അപ്പോൾ കുറച്ച് മീൻകറി ഇരിപ്പുണ്ട്. അപ്പോൾ മീൻകറി ഞാൻ അങ്ങനെ തിളപ്പിച്ചിട്ടിട്ടുണ്ട്. പിന്നെ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് പാവയ്ക്ക നല്ലപോലെ കഴുകി അതിൻ്റെ ഉള്ളിൽ നിന്ന് പുരിയൊക്കെ കളഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ടൊന്ന് തോരനല്ല വെക്കണമെന്ന്. പാവയ്ക്ക ഫ്രൈ ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമല്ല, എല്ലാവരും കഴിക്കും. തോരൻ വെച്ച ചേട്ടൻ മാത്രം കഴിക്കുള്ളൂ, എനിക്കും അഞ്ചൂരും ഇഷ്ടമല്ലേ. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ഫ്രൈ ചെയ്യാമെന്ന് വിചാരിച്ചത് ഇങ്ങനെ മാറ്റി വെച്ചേക്കണം. അപ്പോൾ നമ്മുടെ അരി ഞങ്ങളുടെ UP അരിയാണ് ഇവിടെ ഞാനിന്ന് കുക്ക് ചെയ്യുന്നത്. അപ്പോൾ ജസ്റ്റ് ഒരു വിസിൽ വന്നാൽ മതി. അപ്പോൾ അരിയൊക്കെ കഴുകി കുക്കറിലിട്ട് ആവശ്യത്തിന് വെള്ളമൊക്കെ ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്തിരി ഉപ്പും കൂടി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ പണി കഴിഞ്ഞു. പിന്നെ നമുക്ക്
കുക്കർ അടച്ച് അടപ്പത്ത് വയ്ക്കാം. ഇപ്പം ഞാൻ കുക്ക് ചെയ്യുന്നില്ല, കാരണം ഇപ്പോൾ സമയമായിട്ടില്ല, റൈസ് വെക്കേണ്ട സമയമായിട്ടില്ല. ഞങ്ങളിപ്പോൾ കടയിൽ പോകുന്നത് കൊണ്ട് ഞാൻ കുക്കർ റെഡിയാക്കി വെച്ചോളൂ. ചോറൊക്കെ വെക്കേണ്ട സമയമാകുമ്പോൾ 5 കൂടെ എടുത്ത് വെച്ചോളൂ ഗ്യാസിൽ നിന്ന്. 5 വരുന്നില്ല കടയിലേക്ക്, 5 വീട്ടിലുണ്ട്. 5 പഠിക്കാനൊക്കെ ഇഷ്ടംപോലെ ഉണ്ട്. അപ്പം 5 ചോറ് വെച്ചോളൂ. അപ്പൊ നമ്മുടെ കാർപ്പൻ്റർ ചേട്ടൻ എന്താ പുതിയ ലാച്ചൊക്കെ പിടിപ്പിച്ച് തന്നിട്ടുണ്ട് ഡോറിന്. അപ്പൊ അതൊക്കെ കഴിഞ്ഞ് ആളുടെ ഐറ്റംസ് ഒക്കെ എടുത്ത് പാക്ക് ചെയ്ത ആൾ പോകാം കേട്ടോ. അപ്പൊ ഇതാണ് കേട്ടോ ഞങ്ങളുടെ ഡോറിന്റെ പുതിയ ലാച്ച്. അപ്പൊ നിങ്ങൾക്കും ഇതുപോലെയൊക്കെ പുറത്തെവിടെയെങ്കിലുമൊക്കെ പോകുമ്പോൾ എങ്ങനെയൊക്കെ സംഭവിക്കാറുണ്ടോ, നിങ്ങളുടെ വീട്ടിലൊക്കെ ഇങ്ങനെ പറ്റിയിട്ടുണ്ടോ എന്നൊക്കെ കമന്റ്സിലൂടെ ഒക്കെ അറിയിച്ചോളൂ കേട്ടോ. ഞങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ ആദ്യമായിട്ടാണ് ഇങ്ങനൊരു പറ്റുന്നത്. അപ്പോൾ അങ്ങനെ ഒരു കുറച്ച് തിക്കും തിരക്കൊക്കെ കഴിഞ്ഞ് കിച്ചണിലെ ജോലികളൊക്കെ ഒന്ന് സൈഡാക്കി വെച്ച് ഞങ്ങളപ്പോൾ ഇനി ഷോപ്പിങ്ങിനായിട്ട് പോവാണ്. 5 കാറ്റഗറീസൊക്കെ കഴിഞ്ഞ് വന്നു. അപ്പോൾ 5നെ വീട്ടിലാക്കിയിട്ടാണ് ഞങ്ങൾ പോകുന്നത്. അപ്പോൾ ഇറങ്ങണം. ഇപ്പോൾ പുറത്തൊക്കെ നല്ല വെയിലാണ്. അപ്പോൾ തണുപ്പൊക്കെ മാറിയ ലക്ഷണമാണ്. വേഗം പോയി ഷോപ്പിംഗൊക്കെ കഴിഞ്ഞ് വേഗം വരും. രാവിലെ തന്നെ നല്ല തിരക്കായല്ലോ, നല്ല സൂപ്പർ തിരക്കാണ്. സൺഡേ ആയതുകൊണ്ടായിരിക്കും അങ്ങനെ കുറച്ച് തിരക്കൊക്കെ കഴിഞ്ഞ് ഞങ്ങളിത് അങ്ങനെ പുറത്ത് കിടന്നിട്ടുണ്ട് തിരക്കിൻ്റെ ഉള്ളിൽ നിന്ന്. കറുത്ത കളറിലെ ക്യാരറ്റും നമ്മുടെ ഓറഞ്ച് ക്യാരറ്റും രണ്ടും ഇരിക്കണ്ടായിരുന്നു അവിടെ ടേലയിൽ. ഇന്ന് നല്ല ചൂടായി തുടങ്ങിയിട്ടുണ്ട്. തണുപ്പൊക്കെ മാറി ഇന്ന് വെയിലുള്ളത് കൊണ്ടായിരിക്കും ഒരുവിധം നല്ല ചൂടൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട്. സ്വെറ്ററും ഷോളൊക്കെ ആവശ്യം ഓരോന്നൊക്കെ മതി. ഞങ്ങൾ 2 എണ്ണം വെച്ചിടുന്നത് ഓരോന്നൊക്കെ മതി. ഇന്ന് വലിയ തണുപ്പില്ല. ഇനി ഇവിടുന്ന് അങ്ങോട്ട് ചൂടുകാലമായിരിക്കും. ഇനി ചൂട് പിടിച്ച തണുപ്പായിരുന്നു. തണുപ്പത്ത് വലിയ കുഴപ്പമില്ല കേട്ടോ. പക്ഷെ എന്ന് വെച്ചാൽ ഭയങ്കര തണുപ്പായാലും ബുദ്ധിമുട്ടാണ്. തണുപ്പാ നല്ലത്, എന്നാലും വലിയ കുഴപ്പമില്ല. ഇനി ചൂടുകാലത്തൊക്കെ നമുക്ക് കിച്ചണിൽ നിൽക്കാനും കുക്ക് ചെയ്യാനും ഒക്കെ ഭയങ്കര ബുദ്ധിമുട്ട് ഫീൽ ചെയ്യും. ഞങ്ങളങ്ങനെ കിച്ചൺ ഐറ്റംസ് ഒക്കെ വാങ്ങിക്കുന്ന കടയിലേക്ക് എത്തിയിട്ടോ. അപ്പൊ നമ്മൾ നാട്ടിലേക്കൊക്കെ പോകുന്നതിന് മുൻപൊക്കെ വാങ്ങിച്ചിരിക്കുന്നതാണ്. അപ്പൊ അങ്ങനെ വീട്ടിലത്തെ ഐറ്റംസ് ഒക്കെ ഒരുവിധമൊക്കെ കഴിഞ്ഞ് കിച്ചൺ കാലിയായി. അപ്പോൾ കുറച്ച് ഐറ്റംസ് ഒക്കെ നമുക്ക് വാങ്ങിക്കാൻ പെൻഡിങ് ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ വാങ്ങിക്കാൻ വന്നു. പിന്നെ എനിക്ക് ഷാമ്പൂ, കണ്ടീഷണർ അങ്ങനത്തെ ഐറ്റംസ് അത് എടുക്കണമായിരുന്നു. അപ്പോൾ അതെല്ലാം എന്താ നോക്കിക്കൊണ്ടിരിക്കണം കേട്ടോ. അതൊക്കെ കഴിഞ്ഞ് വീണ്ടും എന്താ കിച്ചൺ ഐറ്റംസ് ഒക്കെ വാങ്ങിക്കുന്ന ഏരിയയിലേക്ക് കടന്നിരിക്കുകയാണ്. അപ്പോൾ കടല, പയറ്, പരിപ്പ്, ഉപ്പ് അങ്ങനത്തെയൊക്കെയുള്ള പഞ്ചസാര അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഞങ്ങളിങ്ങനെ വാങ്ങിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് എന്തായാലും ഒരാഴ്ചത്തേക്കൊക്കെ തീർച്ചയായിട്ടും ഉണ്ടാവും. അപ്പോൾ അങ്ങനെ ആ ഐറ്റംസ് ഒക്കെ ഇതാ വാങ്ങിച്ചു. അത് കഴിഞ്ഞ് പിന്നെ ഇതാ അഞ്ജുവിന് ഇഷ്ടമുള്ള ബിസ്ക്കറ്റ് കാര്യങ്ങളൊക്കെ പേരൊക്കെ പറഞ്ഞു വിട്ടിട്ടുണ്ട് ഞങ്ങളോട്. അപ്പോൾ ഇതാ ബിസ്ക്കറ്റ് ഐറ്റംസ് ഒക്കെ എടുക്കുന്ന ആ ഏരിയയിലേക്ക് വന്നിരിക്കുകയാണ്. അപ്പോൾ അവിടെ നിന്ന് ബിസ്ക്കറ്റും അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ നോക്കി. പിന്നെ നമുക്ക് മസാല പൗഡർ കാര്യങ്ങളൊക്കെ എടുക്കണമായിരുന്നു. അപ്പോൾ മുളക് പൊടി, മല്ലിപ്പൊടി അങ്ങനത്തെ ഐറ്റംസ്. അപ്പോൾ അതൊക്കെ വാങ്ങി. അങ്ങനെ ഞങ്ങളുടെ വാങ്ങേണ്ട ഒരു ഐറ്റംസ് ഒക്കെ കഴിഞ്ഞ് ഇതാ ബിൽ പേയ്മെന്റ് കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് ഞങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കട്ടോ. അങ്ങനെ ഞങ്ങളുടെ കിച്ചൺ ഐറ്റംസ് കാര്യങ്ങളെല്ലാം വാങ്ങിച്ചു കഴിഞ്ഞു. ഇനി ഞങ്ങൾ പച്ചക്കറിയൊക്കെ വാങ്ങിക്കാനായിട്ട് പോകണം. അപ്പോൾ പച്ചക്കറി മാർക്കറ്റ് നമുക്കിവിടെ റൈറ്റ് സൈഡിൽ തന്നെയാണ്. അപ്പോൾ നമ്മൾ സ്ഥിരം വാങ്ങിക്കുന്ന അതേ മാർക്കറ്റിലേക്ക് തന്നെയാണ് കേട്ടോ ഇന്നും പോകുന്നത്. അപ്പോൾ അവിടേക്ക് പോകണം. കേരളത്തിൽ പോയി വന്നപ്പോഴേക്കും നന്നായി ജലദോഷമൊക്കെ പിടിച്ചു. കാലാവസ്ഥ മാറിയിട്ടൊക്കെ ആയിരിക്കും. തൊണ്ടയ്ക്കൊക്കെ ഒരു പിടുത്താണ്. എൻ്റെ ത്രോട്ട് ഭയങ്കര സെൻസിറ്റീവാണ്. അപ്പോൾ അതുകൊണ്ട് ചെറിയൊരു ചേഞ്ച് വന്നാൽ പോലും വേഗത്തിൽ എനിക്ക് ഫീൽ ചെയ്യും, പ്രത്യേകിച്ച് ത്രോട്ടിന്. ഒച്ച കടഞ്ഞിരിക്കുകയാണ്. അപ്പോൾ എൻ്റെ നല്ല കൂട്ടുകാരെല്ലാവരും എന്നോടൊന്ന് അഡ്ജസ്റ്റ് ചെയ്യുക. അപ്പോൾ നമ്മുടെ പച്ചക്കറി മാർക്കറ്റിലേക്ക് നമ്മൾ എത്തിയിട്ടുണ്ട്. 2 സൈഡിലും എന്താ പച്ചക്കറി, നെല്ലിക്ക എല്ലാ ഐറ്റംസും ഉണ്ട് കേട്ടോ. ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും ക്യാരറ്റൊക്കെ അങ്ങനെ കെട്ടി കെട്ടി വെച്ചിരിക്കുകയാണ് ഓരോ കെട്ടുകൾ. ഇവിടെ നമ്മുടെ മട്ടർ എത്തിയിട്ടുണ്ട്, ഗ്രീൻ പീസ് എല്ലാം കൊണ്ടുവന്ന് ഇങ്ങനെ അവർ സെറ്റ് ആക്കിക്കൊണ്ടിരിക്കണുള്ളൂ. ഗ്രീൻ പീസ് ഇവിടെ ഇപ്പോൾ 2.5 കിലോ 100 രൂപ കേട്ടോ. അപ്പൊ ഞങ്ങൾ കുറച്ച് വാങ്ങിക്കുന്നുണ്ട്, നമുക്ക് ഫ്രിഡ്ജിനകത്ത് സ്റ്റോർ ചെയ്യാലോ.
ക്യാരറ്റ് 40 രൂപ കേട്ടോ കിലോ ക്യാരറ്റ്. അപ്പം അങ്ങനെ ഞങ്ങളുടെ ഈ കടയിൽ നിന്ന് വാങ്ങിക്കേണ്ട പച്ചക്കറികളൊക്കെ ഒരുവിധമൊക്കെ വാങ്ങിച്ചു കഴിഞ്ഞു. ഇവരിങ്ങനെ വെയിൽ കൊള്ളാതിരിക്കാനായിട്ട് നമ്മുടെ ചക്കയൊക്കെ ഇങ്ങനെ ഉണ്ടാ, ചെറിയ ചെറിയ ചക്കകൾ ഇങ്ങനെയൊക്കെ ഒരു വെച്ചിട്ടുണ്ട്, മൂടിയിട്ടിട്ടുണ്ട്. ചക്കയൊന്നും വാങ്ങിക്കുന്നില്ല, മറ്റ് ഐറ്റംസ് ഒക്കെ വാങ്ങിക്കേണ്ടത് കുറച്ച് വാങ്ങിച്ചു, കുറച്ചിനി വേറെ കടയിൽ നിന്ന് വാങ്ങിക്കാമെന്ന് വിചാരിച്ചിരിക്കുകയാണ്. അപ്പം അങ്ങനെ ഈ കടയിലത്തെ പച്ചക്കറി വാങ്ങിക്കൽ കഴിഞ്ഞു. ഇനി ഞങ്ങൾ അടുത്ത കടയിലേക്ക് പോകണം. ഇവിടെ നമ്മുടെ തക്കാളി കാണാം. അപ്പോൾ തക്കാളി നല്ല അടിപൊളി തക്കാളി കേട്ടോ, നല്ല ഫ്രഷ് തക്കാളി. അപ്പോൾ ഞങ്ങൾ കുറച്ച് തക്കാളി എടുക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ മധുരക്കിഴങ്ങുണ്ട്. പിന്നെ ഏറ്റവും അപ്പുറത്ത് കൂണ് വെച്ചിട്ടുണ്ട്, നമ്മൾ കൂണും വാങ്ങിക്കുന്നുണ്ട്. കൂണും ഗ്രീൻ പീസും കൂടെ നല്ല അടിപൊളി കറി കേട്ടോ, ചപ്പാത്തിക്കൊക്കെ പറ്റിയ കറിയാണ്. ഇവിടെ ഉരുളക്കിഴങ്ങ് സബോള ഐറ്റംസിൻ്റെ ഒക്കെ കടയാണ്. ഉരുളക്കിഴങ്ങ് 100 രൂപയ്ക്ക് 7.5 കിലോ, അങ്ങനെയാണ് അവർ കണക്ക് പറയുന്നത്. 100 രൂപയ്ക്ക് 7.5 കിലോ. അവിടെ കിടക്കുന്ന റെഡ് ഉരുളക്കിഴങ്ങ് 100 രൂപയ്ക്ക് 6.5 കിലോ, 6.5. രണ്ടും സെയിം തന്നെയാട്ടോ, രണ്ടും നല്ല ഉരുളക്കിഴങ്ങ്. ഇപ്പോൾ ഉരുളക്കിഴങ്ങിൻ്റെയൊക്കെ സീസണാണ്, അപ്പോൾ അത് കാരണം കൊണ്ട് നല്ല ഉരുളക്കിഴങ്ങ് കിട്ടും നമുക്ക്. അങ്ങേ സൈഡിൽ ഇഞ്ചി ഉണ്ട്, ഇഞ്ചി വാങ്ങിക്കാൻ വേണ്ടി ചേട്ടൻ പോയേക്കെന്താ, ഇഞ്ചി വാങ്ങിച്ചിട്ട് വരാമെന്നും പറഞ്ഞു. അപ്പോൾ അങ്ങനെ പച്ചക്കറി ഷോപ്പിങ്ങും കഴിഞ്ഞു. നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഒട്ടും ബുദ്ധിമുട്ടില്ലാതെ ഇവിടെ കഴിക്കാൻ കിട്ടുന്ന ഐറ്റം എന്ന് പറയുന്ന പച്ചക്കറി ഉരുളക്കിഴങ്ങ് കേട്ടോ. അതിൽപ്പെട്ട ഐറ്റമാണ് ഉരുളക്കിഴങ്ങ്. നമ്മുടെ ഉരുളക്കിഴങ്ങിനധികം വിലയില്ല ഇവിടെ. ബാക്കി പച്ചക്കറികളൊക്കെ ഏതാണ്ട് നാട്ടിലത്തേക്ക് പോലെ തന്നെ സെയിം തന്നെയാണ്. അപ്പൊ അങ്ങനെ ഞങ്ങൾ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് പോരുന്ന വഴിക്ക് ഇത് അഞ്ചുവിന് പേസ്ട്രി വാങ്ങിക്കാൻ വേണ്ടിട്ട് ഇവിടെ നിർത്തിയതാട്ടോ. പച്ചമുന്തിരിയും കറുത്ത മുന്തിരിയും ഉണ്ട്. കറുത്ത മുന്തിരി വില കൂടുതലാട്ടോ. കറുത്ത മുന്തിരി 100 രൂപ കിലോ, പിന്നെ പച്ചമുന്തിരി 60 രൂപ കിലോ. അപ്പൊ അങ്ങനെ ഷോപ്പിംഗ് കഴിഞ്ഞ് ഐറ്റംസ് എല്ലാം ഇവിടെ ടേബിളുമ്പോൾ കൊണ്ടുവന്ന് വെച്ചിട്ടുള്ളൂ. ഇതാണ് കേട്ടോ അഞ്ചുവിന് വാങ്ങിച്ച പേസ്ട്രി, ഇതൊക്കെ ഒട്ടിച്ച് അവർ തന്നിട്ടുണ്ട്. ഇത് അഞ്ചുവിന് വാങ്ങിച്ച ബട്ടർ സ്കോച്ച് പേസ്ട്രി. അപ്പോൾ അഞ്ചുവിന് മാത്രമല്ല ഞങ്ങൾക്കും കൂടെ വാങ്ങിച്ചിട്ടുണ്ട് അടിപൊളി പേസ്ട്രി. പിന്നെ പച്ചക്കറി, പിന്നെ കിച്ചൺ ഐറ്റംസ് എല്ലാം. ഇനി ഇതെല്ലാം എനിക്ക് വെക്കേണ്ട സ്ഥലങ്ങളിലേക്കൊക്കെ എടുത്തു വെക്കണം. അപ്പോൾ ഇവിടെ ഇന്ന് ചേട്ടൻ ഞങ്ങൾ കേരളത്തിൽ നിന്ന് കൊണ്ടുവന്ന പഴം എടുത്ത് നോക്കണ്, പഴുത്തിട്ടുണ്ടോ ഇല്ലയെന്ന്. സൂപ്പറായിട്ടോ, പഴുത്തിട്ടുണ്ടോ? ഇന്നലെ എടുക്കേണ്ടിയായിരുന്നു, ഞാൻ മിനിഞ്ഞാന്ന് നോക്കിയത്, അപ്പോൾ ഓർത്ത് ഇന്നലെ എടുക്കാന്ന്. ഞങ്ങളിത് അങ്ങനെ ന്യൂസ് പേപ്പറിലൊക്കെ പൊതിഞ്ഞ് വെച്ചിരിക്കുകയായിരുന്നു. കാരണം വിന്റർ സീസൺ ആയതുകൊണ്ട് ഞങ്ങൾക്കൂടെ വേഗം പഴുത്ത് കിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് വീട്ടിൽ നിന്ന് തന്നെയുള്ള പഴം കേട്ടോ, ആങ്ങളെ കട്ട് ചെയ്തൊക്കെ തന്നതാണ്. അപ്പോൾ അങ്ങനെ കുറച്ച് പഴം കൊണ്ടുവന്നതാ. നമുക്ക് തുറന്ന് നോക്കാം. നോക്കട്ടെ, തുറന്നേ, നോക്കട്ടെ. അടിപൊളി. നോക്കട്ടെ ഇവിടെ സൂപ്പർ. ഒരെണ്ണത്തുമ്പോൾ ഒരു ബ്ലാക്ക് കളർ വന്നു, എന്നാലും കുഴപ്പമൊന്നുമില്ല, നല്ല അടിപൊളി. കേരളത്തിലെ നമ്മുടെ സ്വന്തം പറമ്പിലെ പഴമാണ്. അടിപൊളി, ഞങ്ങളുടെ ഫേവറേറ്റ് പഴമാണ്, ഫേവറേറ്റ് പഴം. കേരളത്തിൽ നിന്ന് ശരിക്കും പറഞ്ഞ പ്രാവശ്യം ചക്കയൊക്കെ ഇട്ടായിരുന്നെങ്കിലും കൊണ്ടുവരാനൊന്നും പറ്റിയില്ല. ഞങ്ങളിതാ പഴമാണ് കൊണ്ടുവന്നത്. പഴം എന്തായാലും നല്ല അടിപൊളിയായി പഴുത്ത് കിട്ടി. അങ്ങനെ പഴമൊക്കെ നല്ല സൂപ്പറായിട്ട് പഴുത്ത് കിട്ടിയിട്ടുണ്ട്. ഞങ്ങളിത് പഴുക്കോ ഇല്ലേ എന്നുള്ള ഇങ്ങനെ ഡൗട്ടിലായിരുന്നു. കൊണ്ടുവന്നപ്പോൾ പച്ച കളറായിരുന്നു കേട്ടോ. പുട്ടും പഴമൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ ബെസ്റ്റ് സാധനം. സാരല്ലേ, നമുക്ക് നോക്കി കട്ട് ചെയ്തൊക്കെ കഴിക്കാം. ഇന്നത്തെ വീഡിയോ ഇത്രയ്ക്കൊക്കെ ഉള്ളൂ. അപ്പൊ എല്ലാവർക്കും ബൈ ബൈ.